Hello everyone and welcome back to my channel. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ കൊഴക്കട്ട ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സ്പൂണും കൊണ്ട് എല്ലാ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. അങ്ങനെ പൊടിയെല്ലാം നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നോർമൽ കൊഴക്കട്ടയ്ക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ സെയിം പ്രൊസീജിയർ തന്നെ, പിന്നെ നമ്മുടെ മസാലയിൽ മാത്രമേ ഉള്ളൂ ചെറിയ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്കിനി നല്ലതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവിയിട്ട് കുഴക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കും. ആ ചെറിയ ചൂടിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടും കിട്ടും, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ചൂടിൽ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ കപ്പോ മഗ്ഗിൻ്റെ ഒക്കെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിൽ ചേർക്കാൻ വേണ്ടിയുള്ള ചിക്കനും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ സവാളയിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മളിപ്പം വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ചിക്കനൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അങ്ങനെ ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കൊഴക്കട്ട റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ബോളാക്കണം. പിന്നെ നമ്മൾ വിരൽ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മസാല കൂടി എടുത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് അത് നല്ലൊരു ബോളിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇന്ന് നോർമലി കൊഴക്കട്ട റൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പം റൗണ്ടിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. പിന്നെ അത് നമുക്ക് ആവിപാത്രത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീമറിലൊക്കെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എനിക്കിവിടെ 15 മിനിറ്റാണ് കുക്ക് ചെയ്യാനെടുത്തത്. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴക്കട്ട റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പം വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.